ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകൾ നോക്കിയവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. കാരണം നമ്മൾ ഒരു 24,640 ലെവൽ പറഞ്ഞിരുന്നു അല്ലേ ഇന്നലത്തെ ഇത് അനാലിസിസ് വീഡിയോയിൽ. ആ സമയത്ത് 24,640 ബ്രേക്ക് ചെയ്ത ഉടനെ നമ്മൾ സി ബൈ ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ തന്നെ എല്ലാവരും ഇറങ്ങിയത് അല്ലേ. പിന്നീട് ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നത് എന്താ വെച്ചെങ്കിൽ ഞാൻ ഒരു പി സൈഡിലേക്കാണ് നോക്കുന്നതിൽ കൃത്യമായി അപ്ഡേറ്റ്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പി സൈഡിലേക്കാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പറഞ്ഞിരുന്നു. പി സൈഡിലേക്കാണ് ട്രേഡ് വരാനുള്ളത് കൃത്യമായി ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് അറിയുന്നവർക്ക് അത്യാവശ്യം ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മൾ പിന്നീട് വീണ്ടും തിരിച്ചു വന്നിട്ട് ഏകദേശം ഒരു 12:40 ആകുമ്പോൾ നമ്മൾ 24,640 വീണ്ടും എത്തിയിരുന്നു അല്ലേ. ആ സമയത്ത് നമുക്കൊരു പി ഓപ്ഷൻ വേണമെങ്കിൽ ബൈ ചെയ്യായിരുന്നു, സെല്ല് ഞാൻ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക ചെയ്തത്, സെല്ല് ചെയ്യുക ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയത്. നല്ലൊരു ഡൗൺ സൈഡിലേക്ക് വന്നിരുന്നു, നല്ലൊരു പ്രോഫിറ്റിലാണ് നമ്മളൊക്കെ ഒന്ന് എൻഡ് ചെയ്തത്. അപ്പോൾ ഇത്തരം ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഗ്രൂപ്പിൽ ന്യൂ ആയിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർ ചോദിക്കുന്നുണ്ട് എടുക്കട്ടെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആ ലെവലിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസല്ലേ ഉള്ളൂ, കൂടിപ്പോയി 10 പോയിൻറ്റ് അത്രയൊക്കെ വരുന്നുള്ളൂ നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അതായത് ഓപ്ഷൻസിൽ 10 പോയിൻറ്റ് 15 പോയിൻ്റ് ഒക്കെ വരുന്നുള്ളൂ, അതും വരുന്നില്ല. ഞാൻ ഇന്നൊരു ഓപ്ഷൻ സെല്ല് ഞങ്ങൾക്ക് എസ് എൽ അടിച്ചിരുന്നു രാവിലെ തന്നെ. അതായത് നമ്മൾ ഒരു 24,640 എത്തുമ്പോൾ ഞാനൊരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിരുന്നു. അതിനൊക്കെ എസ് എൽ അടിച്ച് 4 പോയിൻറ്റാണ്, അത്രയേ ഉള്ളൂ. ആ ചെറിയൊരു എസ് എൽ ഞാൻ 4 പോയിൻ്റ് വെച്ച് എത്ര ചെറുതാ നിങ്ങൾക്ക് അറിയാമല്ലേ. ആ 4 പോയിൻ്റ് എസ് എൽ ഞാൻ എടുത്തിട്ടുള്ളൂ കോൾ ഓപ്ഷനിൽ സെല്ല് ചെയ്തിട്ട്. അതെന്താ വെച്ചെങ്കിൽ അത്രയേ ഉള്ളൂ നമ്മുടെ എസ് എൽ. അപ്പോൾ അത് കയറിയ ഉടനെ ഞാൻ എന്ത് ചെയ്തത് എക്സിറ്റ് ആയിട്ട് ഞാൻ ഞാൻ ബൈ ചെയ്യുന്ന സെല്ല് ചെയ്യുന്ന 2 അക്കൗണ്ടിലാണ്. ബൈ ചെയ്യാൻ മറ്റേ അക്കൗണ്ടിൽ പോയിട്ട് ബൈ ചെയ്തു. കാരണം നമ്മൾ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി, ആ പ്രോഫിറ്റിലേക്ക് എത്തി. വീണ്ടും താഴേക്ക് വന്നു വരുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഒരു അറിയാമെന്ന് വെച്ചാൽ ഏകദേശം നമ്മളെ കണക്ക് കൂട്ടലിൽ ഏകദേശം താഴേക്ക് വരുന്നു നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ വീണ്ടും കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് നല്ല പ്രോഫിറ്റിൽ ഇറങ്ങി. വീണ്ടും 12:30 ആ സമയമാകുമ്പോൾ മുകളിൽ 12:40 മുകളിലേക്ക് പോയി നമ്മളെ റെസിസ്റ്റൻസിലെത്തി. വീണ്ടും കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 4, 5, 10 പോയിൻറ്റ് ഞാൻ ഇറങ്ങും. നമ്മളിപ്പോൾ ഡൗട്ട് അടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മാർക്കറ്റ് തലേ ദിവസം എന്തിനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? നമ്മൾ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്വം അല്ലേ. കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മൾ ഇന്ന പോലെ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ചെയ്യും എന്ന് കണ്ടു കഴിഞ്ഞാൽ ആടെ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ചെയ്യുക, അത്രയേ ഉള്ളൂ. നല്ല ലാഭം കിട്ടും, നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ലോസ് വരുമ്പോൾ ചെറിയ ചെറിയ ലോസുകളായിരിക്കും, അതായിക്കോട്ടെ വന്നോട്ടെ. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മനസ്സും കൊണ്ടുപോകണം. ആ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് കിട്ടുള്ളൂ. സംശയിച്ച് അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഗ്രൂപ്പിലുള്ളവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ നിങ്ങൾ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ എന്താ വെച്ചെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് നിൽക്കുക, ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി നിൽക്കുക. അത്ര എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആ സെഷനിലേക്ക് ജോയിൻ ചെയ്തോളൂ. അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ചെയ്യുന്ന എല്ലാ ട്രേഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ സെഷനിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുക, അതിലേക്ക് ജോയിൻ ചെയ്തോ. ഇത് ഞാൻ എങ്ങനെ എടുക്കുന്നു, എപ്പോൾ എടുക്കുന്നു, എപ്പോൾ ഞാൻ സെല്ല് ചെയ്യുന്നു, എന്തുകൊണ്ട് സെല്ല് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇന്നത്തെ ലെവലിൽ എന്തെങ്കിലും നല്ല പ്രോഫിറ്റൊക്കെ കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും പ്രോഫിറ്റ് കിട്ടി ഗ്രൂപ്പിൽ കുറേ ആൾക്കാരൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ല എന്തെങ്കിലും ലെവലിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ ഞാൻ നിങ്ങൾക്കും കൂടി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ പറ്റുന്ന ലിങ്ക് ഞാൻ ആ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. അപ്പം ആ ടെലിഗ്രാം ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ചോദിക്കാം, ഒന്നും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ അഥവാ എന്തെങ്കിലും അത്ര അത്യാവശ്യമാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള മെസ്സേജ് അയക്കാൻ നമ്പർ ഞാൻ തരാം. വൈകുന്നേരങ്ങളിൽ റിപ്ലൈ കിട്ടുള്ളൂ എന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ തരും. ഓക്കെ, നിങ്ങൾക്ക് റിപ്ലൈ തരും. എന്തെങ്കിലും അറിയുന്ന കാര്യങ്ങളോട് ഞാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ എന്തായാലും ഇത്രയും കാലമായി നിങ്ങൾ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം റെസിസ്റ്റൻസ് ലെവലൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സ്റ്റോപ്പ് ലോസ് എത്ര വരുന്നുണ്ടെന്ന് അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ചാനലിൽ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് കിട്ടും. അവിടെ തന്നെ ഒരുപാട് ആൾക്കാർ നല്ല എല്ലാ ആൾക്കാർ കുറേ അഡ്വൈസൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളത്തെ ലെവലിലേക്ക് കിടക്കാം. നമുക്ക് സമയമില്ലല്ലോ, അധികം നീട്ടി വലിക്കുന്നില്ല. നാളത്തെ ലെവൽ വെച്ചെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇതിൽ ഒരു ലെവലും കൂടി ആഡ് ചെയ്തൊന്നുമില്ല. 24,600 എന്നുള്ള ലെവലും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയിൽ 24,480 ആ റേഞ്ചിലാണ്. 500 താഴെയാണെങ്കിൽ കുറച്ച് ബിയർ സൈഡിലേക്കാണ് ഞാൻ നോക്കുന്നത് ഇപ്പോഴും, നാളത്തെയും കൂടി. അപ്പോൾ നാളെ ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടൻറ്റാണ്. നാളെ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ മൊത്തം പ്ലാൻ പോകുന്നത്. എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഒക്കെ പറയാം. ഒരു ചെറിയൊരു ബ്ലാക്ക് ലൈൻ കാണാം, ആ ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്, അത് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടുവെച്ചോളൂ. പിന്നെയുള്ളത് 24,550 മുകളിലേക്ക്. പിന്നെയുള്ളത് 24,600, 24,630 ഒരു റേഞ്ച്, 24,600, 630 ഒരു റേഞ്ച്. പിന്നെ അതിൻ്റെ മുകളിൽ 24,740. ഇന്നത്തെ ഹൈ നോക്കണ്ട, 24,740. ഇന്നത്തെ ഹൈന്ന് താഴേക്ക് വീഴേണ്ട കാരണം വേറെയാണ്. 24,740 വരെ നമുക്ക് നോക്കാം. പിന്നെ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ലോ ഉണ്ടല്ലോ, ഒരു 24,400
വരെ വരാം. 24,400, 24,330 ഏറ്റവും ഉണ്ടാക്കി ലോ ഉണ്ട്. ആ ലോ വരെ വരാനുള്ള എല്ലാ സാധ്യതയും 24,400 വരെ ചെറിയൊരു സപ്പോർട്ടായിരിക്കും. അതും ബ്രേക്ക് ചെയ്ത് 24,330 വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ആവുന്നത് നമുക്ക് നോക്കാം. സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ 24,550 വരെ പോയിട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് നിഫ്റ്റിക്ക്. അപ്പം ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, സൈഡ് വേസ് ഓപ്പണിംഗ് ആയിട്ട് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ കുറച്ച് മുകളിലേക്ക് പോയിട്ട് അവിടത്തേക്ക് എത്തിക്കുക. 24,550 വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണമെന്നില്ല, ഇതിൽ കോൾ ഓപ്ഷൻ സെല് ചെയ്യാതെ ഡൗൺ സൈഡിലേക്ക് ഞാൻ എൻ്റെ വ്യൂ ഉറപ്പിക്കും. അതിന് അത് വെച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്യും. പിന്നെ വെച്ചെങ്കിൽ അഥവാ വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആവാൻ സാധ്യതയില്ല. വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 24,400 സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകും. ആ സമയത്ത് ചില സമയത്ത് ഞാൻ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യും. അത് മുകളിലേക്കുള്ള ഒരു വ്യൂ വെച്ചിട്ട്. അല്ല, അതിന് മുകളിലേക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 24,600, 24,630 ആ റേഞ്ചിൽ ഒരു സെല്ല് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ബുൾ സൈഡിലേക്കാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് ഡൗണിലേക്ക് വന്നതിന് ശേഷം 24,550 സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഒരു സ്ട്രാറ്റജി ബേസിൽ മാത്രമേ അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കുള്ളൂ. ഈ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് മാത്രമേ എടുക്കുള്ളൂ. അത് ചിലപ്പോൾ പിറ്റത്തെ ദിവസത്തേക്കും കൂടി ഒന്ന് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അത് എൻഡ് ആവണമെന്നില്ല. അങ്ങനെ ഒരു സ്ട്രാറ്റജി വൈസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നിപ്പോൾ അതുപോലെ തന്നെയായിരുന്നു. ഞാൻ കുറേ ട്രേഡ് എടുത്ത് അത്യാവശ്യം പ്രോഫിറ്റിൽ ഇറങ്ങി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. എടുക്കുന്നതിന് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒന്നും കൂടി ലെവലുകൾ ഒന്നും കൂടി പറഞ്ഞുതരാം. 24,550 ഒരു ലെവലാണ് അപ്പ് സൈഡിലേക്ക്. പിന്നെ 24,600, 630 റേഞ്ചാണ്. പിന്നെ 24,740, 24,700 കൂട്ടിക്കോ. ഡൗൺ സൈഡിലേക്ക് വെച്ചെങ്കിൽ അധികം റേഞ്ചൊന്നുമില്ല. 24,400, 24,330 അത് രണ്ടുമാണ് നമ്മൾ ലെവൽ. പിന്നെ ഒരു ബ്ലാക്ക് ലൈൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അതൊരു കുറച്ചുകൊണ്ട് സപ്പോർട്ടായിട്ട് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതാണത്. നിങ്ങൾ നോക്കി വെച്ചോളൂ. അത് അവിടെ ചിലപ്പോൾ മാർക്കറ്റ് അവസാനം നിങ്ങൾക്ക് അവസാനത്തെ കുറച്ച് 5 മിനിറ്റ് ക്യാൻഡിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചെറുതായി ചില സമയത്ത് അത് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്കത് വെച്ചിട്ടൊരു എക്സിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഒരു കൺഫർമേഷൻ വരുത്താൻ വേണ്ടി സാധിക്കും. അത് നാളത്തെ ഓപ്പണിങ്ങിൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഞാൻ അതവിടെ വെച്ചത്. മറ്റൊന്നുമല്ല, ആ ഒരു സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ ആ ഒരു ലെവലും കൂടി നമുക്കൊന്ന് ഉപയോഗിക്കാം. അതൊന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കെന്താ 24,550 വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 6 വരെ മാർക്കറ്റ് പോയിട്ട് സൈഡിലേക്ക് എടുക്കാം. അല്ല, അത് ബ്രേക്ക് ചെയ്യുന്നില്ലാതെ കണ്ടെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി അപ്പം തന്നെ കയറാം. ബാക്കി ഹാഫ് ക്വാണ്ടിറ്റി 550 എത്തുമ്പോൾ കയറാം. ആ ഒരു പ്ലാനിലാണ് ഞാൻ അത് വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിലുള്ളത് മാർക്കറ്റിൽ. മറ്റൊന്നും കൂടി ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.